നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. അപ്പോഴത്തേക്ക് പുള്ളി ചിരിച്ചുകൊണ്ട് PRO ഉണ്ട് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അനീഷേ ഇതൊന്നും സർക്കാർ സംവിധാനത്തിൽ ഉള്ളതല്ല, ഈ കുഞ്ഞിന് 8 മാസം ആയില്ലേ, ഇനി കുഞ്ഞിന് മിൽമ പാല് കൊടുത്താൽ മതി. എന്റെ കുഞ്ഞ് ആശുപത്രിയുടെയും സർക്കാരിന്റെയും സ്കാനിങ് സെന്ററിന്റെയും സിസ്റ്റത്തിന്റെ എല്ലാം കുഴപ്പം കൊണ്ട് വൈകല്യമായിട്ട് ജനിച്ച കുഞ്ഞാണ്. നിരവധി വൈകല്യങ്ങളുണ്ട് എന്റെ കുഞ്ഞിന്. ആരോഗ്യവകുപ്പിൽ വീണ്ടും സിസ്റ്റം എറർ. ആലപ്പുഴയിൽ സർക്കാർ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം പൂർണ്ണ അംഗപരിമിതരായി ജനിച്ച കുഞ്ഞിന്റെ ചികിത്സ വഴിമുട്ടുന്നു. സൗജന്യ ചികിത്സ എന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പായില്ല. ആഴ്ചതോറും മരുന്നിന് വേണ്ടത് ആയിരക്കണക്കിന് രൂപ. വാക്ക് നൽകിയ ശേഷം തിരിഞ്ഞു നോക്കാതെ ആരോഗ്യമന്ത്രി വീണ ജോർജും സജി ചെറിയാനും. അനാസ്ഥയുടെ ഇരയായ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ പെടാപ്പാടുപെട്ട് നിർധന കുടുംബം. CPM ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങിപ്പോയത് ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ആവർത്തിച്ചപ്പോഴെന്ന് K സുരേഷ് കുറുപ്പ്. വിഷയം ഉന്നയിച്ചത് പെൺകുട്ടിയായ പ്രതിനിധി. വെളിപ്പെടുത്തൽ മാതൃഭൂമി പത്രത്തിലെ VS അനുസ്മരണത്തിൽ. VSന്റെ മരണശേഷം അനാവശ്യ വിവാദങ്ങൾക്ക് ശ്രമിക്കുന്നുവെന്ന് സുരേഷ് കുറുപ്പിനെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തെ സങ്കടത്തിലാഴ്ത്തിയ തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണത്തിൽ KSEB സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് തള്ളി വൈദ്യുതി മന്ത്രി. കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. KSEB ചെയർമാന് നിർദ്ദേശം നൽകിയെന്ന് K കൃഷ്ണൻകുട്ടി ന്യൂസ് 18നോട്. മന്ത്രിയുടെ ഇടപെടൽ ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്തിയിട്ടും നടപടിക്ക് ശുപാർശ ചെയ്യാത്ത റിപ്പോർട്ട് വിവാദമായതോടെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വടക്കൻ കേരളത്തിൽ കൂടുതൽ ശക്തമായ പെയ്ത്ത്. ഭാരതപ്പുഴയും ബാവലിപ്പുഴയും അടക്കം നദികൾ നിറഞ്ഞു. പലയിടത്തും മരം വീണ് വീടുകൾ തകർന്നു. പാലക്കാട്ടും തിരുവനന്തപുരത്തുമായി ഷോക്കേറ്റ് 2 മരണം. RSS നേതൃത്വത്തിലുള്ള ജ്ഞാനസഭയ്ക്ക് ഇന്ന് തുടക്കമാകും. മോഹൻ ഭാഗവത് മുഖ്യപ്രഭാഷണം നടത്തും. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പങ്കെടുക്കും. VC-മാർ പങ്കെടുക്കുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി CPM നേതൃത്വം. വികസിത കേരളം നിലപാടിൽ BJP-യിൽ ഭിന്നതയില്ലെന്ന് C സദാനന്ദൻ MP ന്യൂസ് 18നോട്. വികസനവും രാഷ്ട്രീയവും രണ്ടല്ല. കർഷകർ അടക്കമുള്ള ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. യുവാക്കൾ നാടുവിടാൻ കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിശ്വാസക്കുറവെന്നും C സദാനന്ദൻ ന്യൂസ് 18 Q18. ഫോൺ സംഭാഷണത്തിൽ കുടുങ്ങി രാജിവെച്ച പാലോട് രവിക്ക് പകരം N ശക്തൻ. തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്ന് പറഞ്ഞ പാലോട് രവി രാജിവെച്ചത് ഇന്നലെ വൈകിട്ട്. വിശദമായി നോക്കാം. തേവലക്കര സ്കൂളിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടിക്ക് ശുപാർശയില്ല. എന്നാൽ ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ KSEB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് KSEB ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മിഥുൻ എന്ന 13 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെട്ട് 10 ദിവസം പിന്നിടുമ്പോഴാണ് ഉദ്യോഗസ്ഥ വീഴ്ചയും മാനേജ്മെന്റ് കെടുകാര്യസ്ഥതയും വ്യക്തമാക്കി KSEB ചീഫ് സുരക്ഷാ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ KSEB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 8 കൊല്ലം മുൻപ് ഷെഡ് നിർമ്മിച്ചപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അനുമതി തേടിയിരുന്നില്ല. മാത്രമല്ല ലൈനിലേക്ക് സുരക്ഷിത അകലമില്ലെന്നതും വ്യക്തമാണ്. ഇത് ബോധ്യപ്പെട്ടിട്ടും സ്കൂളിന് നോട്ടീസ് നൽകി പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തിയെങ്കിലും ആർക്കെതിരെയും നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശയില്ല. അതിന് ചില കാരണങ്ങളും ചീഫ് സുരക്ഷാ കമ്മീഷണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഷെഡ് പണിതത് ഇപ്പോഴത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാലത്തല്ല. അപകടത്തിന് 2 ദിവസം മുൻപ് അവിടെ പോസ്റ്റ് സ്ഥാപിക്കാൻ നിലവിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർദ്ദേശം നൽകിയിരുന്നു. ഷെഡിന്റെ ഒരു ഭാഗം പൊളിച്ച് പോസ്റ്റിട്ട് ലൈൻ ഉയർത്താമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ മാനേജ് കമ്മിറ്റി ചേർന്ന ശേഷം അറിയിക്കാമെന്നായിരുന്നു മാനേജറുടെ പ്രതികരണമെന്നും നടപടി വൈകിയതിന് കാരണമായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നേരത്തെ ചീഫ് സുരക്ഷാ കമ്മീഷണർ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമേ വകുപ്പ് തല നടപടികളിലേക്ക് കടക്കാനാകൂ. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി കണ്ടെത്തിയതോടെ സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.
അതേസമയം റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വീഴ്ച വരുത്തിയവരുടെ പേരുകൾ റിപ്പോർട്ടിൽ പരാമർശിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ആലപ്പുഴയിൽ ഗർഭകാല രോഗനിർണയത്തിലെ പിഴവ് മൂലം പൂർണ്ണ അംഗവൈകല്യത്തോടെ ജനിച്ച കുട്ടിയുടെ ചികിത്സയിൽ കുടുംബത്തെ കൈയൊഴിഞ്ഞ് ആരോഗ്യവകുപ്പ്. സൗജന്യ ചികിത്സ ഉറപ്പു പറയുമ്പോഴും ആഴ്ചകൾ തോറും ആയിരക്കണക്കിന് രൂപയുടെ മരുന്നാണ് ഡ്രൈവിംഗ് തൊഴിലാളിയായ അനീഷിന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്. ആരോഗ്യമന്ത്രി കുട്ടിക്ക് സൗജന്യ ചികിത്സ നേരത്തെ വാക്കാൽ വാഗ്ദാനം ചെയ്തത് കൂടാതെ ജനുവരിയിൽ ജില്ലയിൽ നടന്ന അദാലത്തിൽ മന്ത്രി സജി ചെറിയാൻ രേഖാമൂലവും സൗജന്യ ചികിത്സയ്ക്ക് ഉത്തരവിട്ടിരുന്നു. ന്യൂസ് 18 ഫോളോ അപ്പ്. 2024 നവംബർ 8 ആലപ്പുഴ സക്രിയ ബസാർ സ്വദേശികളായ അനീഷ് സുറുമി ദമ്പതികൾക്ക് അപൂർവ വൈകല്യങ്ങളോടെ കുഞ്ഞു ജനിച്ചതിൽ അതേ മാസം 26 ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ഗർഭകാല സ്കാനിംഗിലെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നാലെ വനിതാ ശിശു ആശുപത്രിയിലെ ഗർഭകാല രോഗനിർണയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും സൗജന്യ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വാക്കാലുള്ള പ്രഖ്യാപനത്തിനപ്പുറം രേഖാമൂലം കുടുംബത്തിന് യാതൊരു അറിയിപ്പും ലഭിച്ചില്ല. തുടർന്നുള്ള ചികിത്സക്കായി ഡ്രൈവിംഗ് തൊഴിലാളി കൂടിയായ അനീഷ് വഴിമുട്ടിയതോടെ വയ്യാത്ത കുഞ്ഞിനെയും എടുത്ത് അമ്മ സുറുമി കഴിഞ്ഞ ജനുവരി 4 സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിലെത്തി. ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതിന് വിരുദ്ധമായി മരുന്നുകൾ ലഭ്യമാകുന്നില്ലെന്ന് മനസ്സിലാക്കി സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ആലപ്പുഴ DMOയ്ക്ക് അദാലത്തിൽ പങ്കെടുത്ത മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകി. എന്നിട്ടും അനീഷിനും കുടുംബത്തിനും ആരോഗ്യവകുപ്പും സർക്കാരും താങ്ങായോ? അനീഷ് തന്നെ വ്യക്തമാക്കട്ടെ. സർക്കാർ സംവിധാനത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് എൻ്റെ കുഞ്ഞിന് നാളിതുവരെ കൊടുത്തത്? ഈ കുഞ്ഞിന്റെ ഇത്രയും പ്രശ്നമായിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? കുഞ്ഞിന് 8 മാസം കഴിഞ്ഞ് ഈ 8 മാസം കൊണ്ട് ഞങ്ങളുടെ കുടുംബ ജീവിതം, ഞങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. ഈ കാണുന്നത് കുഞ്ഞിനായി അനീഷ് 3 ദിവസം കൂടുമ്പോൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും സ്വന്തം പണം ചെലവാക്കി വാങ്ങുന്ന മരുന്നുകളുടെ ബില്ലുകളാണ്. മൂക്കിലൂടെയാണ് കുട്ടിക്കുള്ള ഭക്ഷണം നൽകുന്നത്. ഡെക്സോലാക്, നെസ്റ്റോറൈസ് പൗഡറുകൾക്ക് ഒറ്റത്തവണ വേണ്ടത് 720 രൂപ. പൗഡറുകൾ 3 ദിവസം മാത്രമാണ് ഉപയോഗിക്കാനാവുക. ഇതുകൂടാതെ ഒരു മാസത്തെ മരുന്നിന് 710 രൂപ വേറെ കണ്ടെത്തണം. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മൂലം ജോലിക്ക് പോലും പോകാനാകാതെ ബുദ്ധിമുട്ടുന്ന അനീഷ് ആകെ തളർന്ന അവസ്ഥയിലാണ്. മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 24 അവേഴ്സിൽ 2 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് ഫീഡ് കൊടുക്കണം. 400 ഗ്രാം പൗഡറിന്റെ വില 500 രൂപയാണ്. സൂപ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ കാര്യം പറഞ്ഞു, സാറേ ഇന്ന കണക്ക് കുഞ്ഞിൻ്റെ മരുന്ന് പകുതിയോളം എനിക്ക് കിട്ടിയിട്ടില്ല. അത് സൂപ്രണ്ട് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല, കുഞ്ഞിന് മിൽമ പാല് മേടിച്ചു കൊടുക്കാനാണ് സൂപ്രണ്ട് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞത്. സുറുമിക്ക് ഗർഭകാല ചികിത്സ നൽകിയ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരായ പുഷ്പ, ഷേർലി എന്നിവർക്കും സ്വകാര്യ ലാബായ ശങ്കേഴ്സ്, മിഡാസ് എന്നിവിടങ്ങളിലെ റേഡിയോളജിസ്റ്റുകൾക്കും പിഴവ് സംഭവിച്ചതായി മാർച്ച് 25 അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി റീന ഷംസുദ്ദീൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നിട്ടും ആരോഗ്യവകുപ്പ് കുറ്റക്കാർക്കെതിരെ ഇതുവരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇതും കുടുംബത്തെ അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തുകയാണ്. ആലപ്പുഴ DYSP മധു ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പോലീസും തുടർ നടപടികൾ സ്വീകരിക്കാതെ തങ്ങളെ കൈയൊഴിയുകയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് സർക്കാർ ഫാർമസിയിൽ ഡയാലിസിസ് ഫ്ലൂയിഡും ഉപകരണവും കിട്ടാതായതോടെ ദുരിതത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾ. ഫാർമസിയിലും കാരുണ്യ ഫാർമസിയിലും മരുന്നില്ലാതായിട്ട് ആഴ്ചകൾ കഴിഞ്ഞെന്ന് രോഗികൾ പറയുന്നു. സ്വകാര്യ ഫാർമസിയിൽ നിന്ന് ഉയർന്ന തുകയ്ക്ക് ഫ്ലൂയിഡും ഉപകരണങ്ങളും വാങ്ങേണ്ട അവസ്ഥയിലാണ് നിലവിൽ. ഡയാലിസിസ് രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെരിട്ടോണിയൽ ഡയാലിസിസ് രോഗികളുടെ ഈ ദുരവസ്ഥ. രോഗികൾക്ക് നൽകേണ്ട മരുന്നോ മറ്റ് അനുബന്ധ സാമഗ്രികളോ മാസങ്ങളായി പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ ലഭ്യമല്ല. മരുന്ന് ലഭ്യമല്ല, വന്നിട്ടില്ല എന്ന സ്ഥിരം മറുപടിയാണത്രേ ഇവർക്ക് കിട്ടുന്നത്.
രണ്ടാഴ്ചക്കകം മരുന്ന് വരുമെന്ന് പറഞ്ഞിട്ട് 2 മാസമായെന്ന് രോഗികൾ പറയുന്നു. കുറേയായി മരുന്ന് കിട്ടാണ്ട്, ഒരു 1.5 മാസമായി മരുന്ന് കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. ഒരു ദിവസം 1500 രൂപ ചിലവ് വരുന്നുണ്ട്. ഞങ്ങൾ വാടക വീട്ടിലായിരിക്കും, 28 വർഷം വാടക. എപ്പോഴാണ് മകളുടെ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്. മരുന്ന് ഒരാഴ്ച കിട്ടിയില്ല, ബുദ്ധിമുട്ടാണ്. ഒന്ന് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങണം. 3000, 3500. ഞങ്ങൾ 500 കൂലിക്കാരൊക്കെ 3000 കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്നിപ്പോൾ ഒരാഴ്ചയില്ല, മരുന്ന് നിർത്താനും പറ്റില്ല എന്നാണ് പറയുന്നത്. പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നിന് താങ്ങാനാവാത്ത വിലയാണ്. മറ്റ് ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്നത് പോലെ സർക്കാർ സൗജന്യമായി നൽകുന്ന മരുന്നും സൗകര്യങ്ങളുമാണ് പെരിട്ടോണിയൽ ഡയാലിസിസ് രോഗികൾക്ക് നിഷേധിക്കപ്പെടുന്നത്. വൃക്കകൾ തകരാറായവരിൽ മെഷീൻ സഹായത്തോടെ രക്തശുദ്ധീകരണം നടത്തുന്ന ഹീമോ ഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായി രോഗിയുടെ ശരീരത്തിനകത്ത് തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പെരിട്ടോണിയൽ ഡയാലിസിസ്. മിനി ക്യാപ്പ്, എംടി ബാഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഈ രോഗികൾക്ക് നൽകിയിരുന്നത്. ഇതാണ് ഇപ്പോൾ ആഴ്ചകളായി രോഗികൾക്ക് മുടങ്ങിയിരിക്കുന്നത്. MP-യും MLA-യും അടക്കമുള്ള ജനപ്രതിനിധികൾക്കും മെഡിക്കൽ സൂപ്രണ്ടിനുമടക്കം പരാതി നൽകിയെങ്കിലും നിരാശയാണ് ഫലം. വില താങ്ങാനാവാത്തതിനാൽ മരുന്നും അനുബന്ധ സാധനങ്ങളും തീർന്നിട്ടും രോഗികൾക്ക് വാങ്ങാനാവുന്നില്ല. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കയ്യിൽ പണമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പല രോഗികളും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കോട്ടയം കുറിച്ചിയിൽ വീട് തകർന്നു. കോഴിക്കോട് വിലങ്ങാട് ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. കടലാക്രമണവും അതിരൂക്ഷമാണ്. കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ശമനമില്ലാതെ പെയ്യുന്ന മഴയിൽ പലയിടത്തും കനത്ത നാശനഷ്ടമാണ്. മരങ്ങൾ കടപുഴകി വീഴുന്നതും ഇലക്ട്രിക് പോസ്റ്റ് ഒടിയുന്നതും പതിവാകുന്നു. കനത്ത മഴയിൽ കോട്ടയം കുറിച്ചിയിൽ വീടിടിഞ്ഞു വീണു. പുത്തൻ കോളനി കുഞ്ഞൻ കവലയ്ക്ക് സമീപം ശോഭ ഷാജിയുടെ വീടാണ് തകർന്നത്. അപകടമുണ്ടായ സമയത്ത് ആരും വീട്ടിലുണ്ടാകാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കോഴിക്കോട് കുറ്റ്യാടി അടുക്കത്ത് നീളംപാറയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്കാണ്. കുറ്റ്യാടിയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിലേക്ക് പോസ്റ്റ് വീണു. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് പുലർച്ചെ ശക്തമായ ചുഴലിക്കാറ്റാണ് വീശിയടിച്ചത്. പാറക്കടവ്, വാണിമേൽ, മൊകേരി, നാദാപുരം ഭാഗങ്ങളിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. നാദാപുരത്ത് 15-ലധികം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. കണ്ണൂർ പടിയൂരിൽ റോഡരികിൽ നിർത്തിയിട്ട കാറിന് മുകളിൽ മരം വീണ് അപകടമുണ്ടായി. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായുള്ള സംശയത്തെ തുടർന്ന് ആറളം ഫാമിലെ 30 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഭാരതപ്പുഴയിൽ വെള്ളം കൂടിയതുമൂലം പാലക്കാട് ലക്കിടി പാലത്തിലേക്ക് വെള്ളം കയറി. മൂന്നാറിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ മൂന്നാർ സ്വദേശിയായ ലോറി ഡ്രൈവർ ഗണേശൻ മരിച്ചു. കടൽക്ഷോഭവും അതിരൂക്ഷമാണ്. പൊന്നാനി പാലപ്പെട്ടിൽ 5 വീടുകൾ കടലെടുത്തു. പെരിങ്ങൽകുത്ത്, ചുള്ളിയാർ, കക്കയം, മാട്ടുപ്പെട്ടി, ഷോളയാർ, തെന്മല, പരപ്പാർ, പീച്ചി, പഴശ്ശി, ആളിയാർ തുടങ്ങിയ ഡാമുകൾ തുറന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് ഷോക്കേറ്റ് 2 മരണം. പാലക്കാടും തിരുവനന്തപുരത്തും വയോധികരാണ് ഷോക്കേറ്റ് മരിച്ചത്. പാലക്കാട് പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഓലശ്ശേരി സ്വദേശി മാരിമുത്തുവാണ് മരിച്ചത്. കൃഷിസ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് വൈദ്യുതി ലൈനിൽ ചവിട്ടി ഷോക്കേൽക്കുകയായിരുന്നു. മാരിമുത്തുവിനെ കാണാതായതോടെ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീടിന് മുന്നിൽ വൃദ്ധയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവൻപാറ സ്വദേശി ലീലാമണിയാണ് മരിച്ചത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്ന ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. താരങ്ങൾ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ. ചരിത്രത്തിൽ ആദ്യമായി താരസംഘടനയായ അമ്മയിൽ വാശിയേറിയ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. 74 പത്രികകളാണ് ഇത്തവണ സമർപ്പിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും തമ്മിൽ വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബുരാജിനെതിരായി ജോയ് മാത്യുവും എത്തും. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങളുടെ പിന്തുണ ജഗദീഷിനാണെന്നാണ് റിപ്പോർട്ടുകൾ. അസാധാരണ സംഭവങ്ങളാണ് അമ്മയിൽ അരങ്ങേറുന്നത്. മത്സരിക്കില്ലെന്ന നിലപാട് മോഹൻലാൽ എടുത്തതോടെ നറുക്ക് വീഴുന്നത് 6 പേർക്കാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാശിയേറിയ പോരാട്ടം നടക്കുന്നത് ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലാണ്. മുതിർന്ന നടനും സ്വീകാര്യനുമായ ജഗദീഷിനെ വീഴ്ത്താൻ പിന്തുണ തേടുകയാണ് ശ്വേത.
എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജയൻ ചേർത്തല പത്രിക പിൻവലിക്കുമെന്നാണ് സൂചനകൾ. പരസ്യമായ വാക്പോര് അമ്മയിൽ സംഭവിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ബാബുരാജിനെതിരെയാണ്. ആരോപണ വിധേയനായ ബാബുരാജ് മത്സരിക്കരുതെന്ന് അനൂപ് ചന്ദ്രൻ പരസ്യമായി പറഞ്ഞപ്പോൾ സരയുവും അൻസിബ ഹസനും പരസ്യമായി പിന്തുണച്ചു. തങ്ങൾ കോടതിയല്ലെന്നും 500 പേർ മാത്രമുള്ള സംഘടനയാണെന്നും സരയു അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തെത്താൻ ജഗദീഷ് യോഗ്യനായ സ്ഥാനാർത്ഥിയാണെന്ന് സിനിമാ നിരൂപകനായ പെല്ലിശ്ശേരി അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റിന് 5-6 പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് 2 പേരുടെ പേരാണ് ഞാൻ സത്യത്തില് സന്തോഷപൂർവ്വം കൊടുത്തത്. ഒന്ന് ജഗദീഷിന്റെയും മറ്റൊന്ന് ദേവന്റെയും ആണെന്നുള്ളതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ദേവൻ ഇപ്പൊ പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമില്ല, വർഷത്തിൽ തുടക്കം മുതൽ ദേവനുണ്ട്. ദേവൻ അഴിമതിയില്ല, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയും, സീനിയറാണ്. അപ്പൊ മോഹൻലാൽ ഇല്ലെങ്കിൽ പിന്നെ ആര് സംഘടന നയിക്കണം എന്ന് പറയുമ്പോൾ ഈ 2 പേരിലേക്കാണ് ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മ പോലൊരു സംഘടനയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതെന്ന് നിർമ്മാതാവ് സജീത് നന്ദ്യാട്ട് ന്യൂസ് 18നോട് ചോദിച്ചു. ആരോപണ വിധേയരായ താരങ്ങൾ മത്സരിക്കണമോ വേണ്ടയോ എന്നത് ആ സംഘടനയുടെ മാത്രം തീരുമാനമാണെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണചക്രം ഇരിക്കുന്ന കാര്യമല്ല. ഇതൊരു സ്വകാര്യ സംഘടനയാണ്. ആ സംഘടന ആരും മത്സരിക്കണം, എല്ലാവർക്കും മത്സരിക്കാൻ അവകാശമുണ്ട്. 590 രൂപ സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊടുക്കുന്ന ഏതൊരു വ്യക്തിക്കും എല്ലാ എലിജിബിലിറ്റീസും ഉണ്ട്. എന്നാൽ അമ്മയിലെ തെരഞ്ഞെടുപ്പ് വീക്ഷിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്നും താരങ്ങൾ ധാർമ്മിക ഉത്തരവാദിത്വം പാലിക്കണമെന്നും സംവിധായകൻ ബൈജു കൊട്ടാരക്കര പ്രതികരിച്ചു. ആരോപണ വിധേയരായ ആളുകളെ തീർച്ചയായും AMMയിൽ നിന്ന് മാറ്റി നിർത്തണം. ഇല്ലെങ്കിൽ ഇത് ജഗദീഷ് അല്ല, മമ്മൂട്ടി അല്ല, മോഹൻലാൽ അല്ല, ആരിനി അതിനകത്ത് പ്രസിഡന്റായിട്ട് വന്നാലും ശരി ഈ ആരോപണങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളോളം നിൽക്കും. 74 പത്രികകൾ സമർപ്പിക്കപ്പെട്ടെങ്കിലും ജൂലൈ 31-ന് അത് 17 ചുരുങ്ങും. പത്രികകൾ പല സ്ഥാനങ്ങളിൽ നിന്നും പിൻവലിക്കാൻ താരങ്ങൾ തയ്യാറെടുക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ 31 വരെ സസ്പെൻസും നിലനിൽക്കും. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല N ശക്തന്. CPM വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഫോൺ സംഭാഷണം പുറത്തായതോടെ പാലോട് രവി രാജിവെച്ചതിനെ തുടർന്നാണ് ചുമതല ശക്തന് നൽകിയത്. നേതൃത്വം ആദ്യം പരിഗണിച്ചത് M വിൻസെന്റിനെ ആയിരുന്നുവെങ്കിലും വിൻസെന്റ് ചുമതല ഏറ്റെടുക്കാൻ അസൗകര്യം അറിയിക്കുകയായിരുന്നു. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി N ശക്തൻ പ്രതികരിച്ചു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമവട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിൽ പാലോട് രവിയെ ബോധപൂർവം ഫോൺ സംഭാഷണത്തിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഒരു വിഭാഗം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നു എന്നാണ് പാലോട് രവി KPCC നേതൃത്വത്തിനടക്കം നൽകിയിരിക്കുന്ന വിശദീകരണം. പക്ഷേ ആ വിശദീകരണം കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല, വിവാദങ്ങൾ അവസാനിക്കുകയില്ല എന്ന ബോധ്യത്തിലാണ് പാലോട് രവി രാജിവെച്ച് പദവിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത്. പകരക്കാരനായി കോവളം MLA കൂടിയായ M വിൻസെന്റിനെ ആയിരുന്നു KPCC നേതൃത്വത്തിന് താൽപര്യം. അങ്ങനെ M വിൻസെന്റുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ പദവി ഏറ്റെടുക്കുന്നതിന് വിമുഖതയുണ്ട് എന്ന് M വിൻസെന്റ് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതോടെയാണ് പകരക്കാരനായി നിലവിലെ DCC വൈസ് പ്രസിഡന്റ് കൂടിയായ N ശക്തന്റെ മുൻ MLA ആണ് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നത്. അങ്ങനെയാണിപ്പോൾ N ശക്തന് ചുമതല കൈമാറിയിരിക്കുന്നത്. ഏതായാലും N ശക്തൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ പരാമർശം, അതായത് ഈ ഫോൺ സംഭാഷണം ഇങ്ങനെ പുറത്തു വന്നതിൽ കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നു, ചില വാക്കുകൾ ഒഴിവാക്കണമായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ രാജിവെച്ചൊഴിഞ്ഞതിന് ശേഷം പാലോട് രവി ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറായിട്ടില്ല. അദ്ദേഹം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി നേരിട്ട് തന്നെ ചർച്ച നടത്തി ഈ ഫോൺ സംഭാഷണത്തിലേക്ക് നയിച്ച കാര്യങ്ങളടക്കം വ്യക്തമാക്കുമെന്നും താൻ സതുദ്ദേശപരമായി നടത്തിയ പരാമർശങ്ങൾ തെറ്റായി ഒരു ഭാഗം മാത്രം കേൾപ്പിച്ചുകൊണ്ട് തനിക്കെതിരായ ആരോപണമായി മാറ്റുകയായിരുന്നുവെന്നുമാണ് പാലോട് രവി KPCC നേതൃത്വത്തിൽ നൽകാനിരിക്കുന്ന വിശദീകരണമെന്നാണ് സൂചന. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി വിമർശനം ഉന്നയിക്കുമ്പോഴും കാര്യമായി പ്രതിരോധിക്കാൻ എത്താതെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രബല സമുദായ നേതാവിനെ പിണക്കാൻ പലർക്കും വൈമന്യമുള്ളതാണ് ഈ നിലപാടിന് കാരണമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല പല നേതാക്കൾക്കും സതീഷിനോടുള്ള വിയോജിപ്പും തണുപ്പൻ മട്ടിന് പിന്നിലുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റാൻ സതീശൻ ശ്രമിച്ചുവെന്ന വികാരവും വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് പിന്നിലുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പരാമർശങ്ങളെ പാർട്ടി തലത്തിൽ ഔദ്യോഗികമായി അതൊരിക്കലും അംഗീകരിക്കാൻ പാർട്ടിക്കാവില്ല. അതുകൊണ്ട്
പരസ്യമായി അത്തരം ഒരു നിലപാട് സ്വീകരിക്കുക. പക്ഷേ രഹസ്യമായി കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് വെള്ളാപ്പള്ളി നടേശനുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അവരുടെ കൂടി അറിവോടെയാണ് പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നടത്തുന്നത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അത് തന്നെയാണ് തുടർച്ചയായി ഇത്തരം പ്രകോപനപരമായ പരാമർശങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായിട്ടും പാർട്ടി കേവലം ഒരു പ്രസ്താവനയിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായി അത് തള്ളിപ്പറയുന്നു എന്നതൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലൊരു കടുപ്പിച്ചൊരു വാക്ക് പറയാൻ മടിക്കുന്നതിന് പിന്നിൽ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഒന്ന്, കേരളത്തിലെ പ്രബല സമുദായത്തിന്റെ നിർണായക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അതിനപ്പുറത്ത് ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇതിനോടകം സ്വീകരിച്ച നിലപാടുകൾക്ക് അതിലുള്ള വിരോധമാണ് വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത്. അതിനെ മറ്റ് നേതാക്കൾ പ്രതിരോധിക്കേണ്ട കാര്യമില്ല എന്ന ഒരു നിലപാട് ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നതാണ് നിലവിൽ ഇങ്ങനെയൊരു പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കളിൽ തന്നെ വി ഡി സതീശനുമായി വളരെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവർ പോലും പരസ്യമായ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ളവർ വി ഡി സതീശനെതിരെ വെള്ളാപ്പള്ളിയെ ആയുധമാക്കി മാറ്റുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം. 2015 ആലപ്പുഴ CPM സമ്മേളനത്തിൽ യുവ വനിതാ പ്രതിനിധി VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറയുകയും ഇത് കേട്ടാണ് VS വേദനയോടെ വേദി വിട്ടതെന്നുമാണ് CPM നേതാവ് K സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. മരണശേഷം VSനെ ഉയർത്തിക്കാട്ടി CPM കേന്ദ്രങ്ങളിൽ വലിയ പ്രചാരണം നടക്കുന്നതിനിടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി ഈ വെളിപ്പെടുത്തൽ തള്ളി. മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ അനുസ്മരണത്തിൽ സുരേഷ് കുറുപ്പ് VSനെ ഓർത്തെടുത്തത് ഇങ്ങനെയാണ്: ഒറ്റപ്പെട്ടപ്പോഴും VS പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ പാർട്ടി സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. സ്വന്തം തട്ടകമായ ആലപ്പുഴ സമ്മേളനത്തിൽ കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അധിക്ഷേപം സഹിക്കാതെ ദുഃഖിതനായി VS വേദി വിട്ടു. മുമ്പ് തിരുവനന്തപുരം സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കണമെന്ന് പറഞ്ഞതായിരുന്നു ഇതുവരെ ചർച്ച. എന്നാൽ സുരേഷ് കുറുപ്പ് പറഞ്ഞത് പാർട്ടി സമ്മേളനങ്ങളിൽ വീണ്ടും സമാന പരാമർശം ഉണ്ടായെന്നാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങിപ്പോയത് വലിയ ചർച്ചകൾക്കിടവെച്ചതാണ്. ഇതിന് കാരണം ഈ യുവ വനിതാ നേതാവിന്റെ പരാമർശമെന്നാണ് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ സുരേഷ് കുറുപ്പിന്റെ വാദം മന്ത്രി വി ശിവൻകുട്ടി തള്ളി. മരണശേഷം VSനെ കുറിച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് ശിവൻകുട്ടിയുടെ വാദം. സമ്മേളനത്തിൽ ഞാൻ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അങ്ങനെ ഒരു നേതാവ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. VS നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്ന അവസരം വരെ പാർട്ടിയുടെ ഒരു സീനിയർ നേതാവെന്നുള്ള നിലയിൽ കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനങ്ങളും പാർട്ടിയിലുള്ള ആബാലവൃദ്ധ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. മരണശേഷം VSനെ ഉയർത്തിക്കാട്ടി CPM കേന്ദ്രങ്ങളിൽ വലിയ പ്രചരണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ CPM നേതൃത്വത്തിൽ നിന്നാകുന്ന സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. ജീവിച്ചിരിക്കെ നേതൃത്വം വേട്ടയാടിയ VSനെ മരണശേഷം പാർട്ടി പുകഴ്ത്തുന്നുവെന്ന പരോക്ഷ വിമർശനമാണ് ഇതിന്റെ ഉള്ളടക്കം. പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ ഇത്തരം തുറന്നു പറച്ചിലുകൾ ഇനിയുമുണ്ടാകുമോ എന്നതാണ് CPMനെ കാത്തിരിക്കുന്ന പ്രതിസന്ധി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ഗവർണർ മുട്ടുമടക്കേണ്ട കാര്യമില്ലെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. ഭരണഘടനാപരമായി ഒരു പടി മുകളിലാണ് ഗവർണറെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഉപരാഷ്ട്രപതി പദവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താനുമായി യാതൊരു ആശയവിനിമയവും ഉണ്ടായിട്ടില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഈ ജനാധിപത്യത്തിൽ ഗവർണർ എന്ന് പറയുന്നത് വലിയൊരു അഡ്മിനിസ്ട്രേഷൻ പദവിയാണ്, സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ വേഴ്സസ് സർക്കാർ അങ്ങനെ ഒരു സംഘടന ഉണ്ടാകുന്നത് ആശയപരമായിട്ടാണെങ്കിലും നിയമപരമായിട്ടാണ് ഉണ്ടാകുന്നത് എത്രത്തോളം ഉചിതമാണ്? ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും അത്തരം ഒരു സംഘർഷ അന്തരീക്ഷത്തെപ്പറ്റി മുൻകൂട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 3 ഘടകങ്ങൾ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ ഇവ മൂന്നും അതാതിൻ്റെ പന്താവിലൂടെ പോകും. ഒരിക്കലും അത് മറ്റൊന്നിലേക്ക് കടന്നുകയറ്റക്കാരനായി പോകില്ല എന്നുള്ളതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അന്തിമമായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അങ്ങനെ ലംഘിച്ചാൽ എന്ത് പരിഹാരം എന്ന് ചോദിച്ചാൽ പരിഹാരം ഇല്ല. ആ സാഹചര്യത്തെ സധൈര്യം നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ മുട്ടുമടക്കി പോകാൻ വേണ്ട ഗതികേട് ഒരിക്കലും ഗവർണർ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആ അത്തരത്തിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് വശാംശം അറിയില്ല. ഉണ്ടെങ്കിൽ അത് കരണീയമായി സംഭവിച്ചതാണ്. ഗവർണർക്ക് തീർച്ചയായിട്ടും ഒരു സംസ്ഥാന സർക്കാരിനേക്കാൾ ഒരെഡ്ജ് മുമ്പിലാണ് ഗവർണറുള്ളത്.
കേരളത്തിലെ യുവാക്കൾ വിദേശത്തേക്ക് കുടിയേറുന്നത് ഗൗരവമായി കാണണമെന്ന് സി സദാനന്ദൻ എം പി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വിജയകരമല്ലെന്ന തോന്നലാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം കേരളത്തിലെ ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സയും നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുണ്ട്. കർഷകരുടെ ജീവിതവും ദുഷ്കരമാണ്. ഇത്തരക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വികസന നയമാണ് BJP നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും സദാനന്ദൻ പറഞ്ഞു. ന്യൂസ് 18 Q18 പ്രതികരണം. വികസനമാണ് പ്രധാന ലക്ഷ്യം എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ MP എന്ന നിലയിൽ ഏത് വികസന നയമാണ് ജനങ്ങളിലേക്ക് എത്തിക്കണം, പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കണം എന്ന് താങ്കൾ ആഗ്രഹിക്കുക? നമുക്കറിയാമല്ലോ, മഹാത്മജിയുടെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, അന്ത്യോദയ എന്ന് വെച്ചാൽ ഭാരതം ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. അത് ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ്. അപ്പോൾ കേരളത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കേരളം ഒരു ചെറു നഗരമായി വികസിക്കുകയാണ്. കേരളം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഗ്രാമം എന്ന രീതിയിലേക്ക് കാണാൻ കഴിയുന്ന പ്രദേശങ്ങൾ ഇന്ന് ചുരുങ്ങി വരികയാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, കേരളം മൊത്തത്തിലൊരു നഗരപ്രദേശമായി മാറുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള വികസന സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്നാൽ അടിസ്ഥാനപരമായിട്ട് എപ്പോഴും നമ്മൾ പറയുന്ന മനുഷ്യവിഭവത്തെ നിർണ്ണയിക്കുന്ന ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് തന്നെയാണ്. വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണ്? അനേകം ആളുകൾ, ഏതാണ്ട് 1.5 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കേണ്ടി വരികയാണ്. അവർക്ക് വികസിത കേരളം എന്ന നിലപാടിൽ BJPയിൽ അഭിപ്രായ ഭിന്നതകളില്ലെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. വികസനവും രാഷ്ട്രീയവും രണ്ടല്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം ചർച്ച ചെയ്താലേ ജനങ്ങളിലേക്ക് ഇറങ്ങാനാകൂ എന്ന വിമർശനത്തിന് ന്യൂസ് 18 Q18 മറുപടി. വികസനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്, മുഴുവൻ വികസനത്തെക്കുറിച്ചാണ്. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും വികസനമാണ് പാർട്ടിയുടെ ഇനിയുള്ള പ്രധാന നയം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളിലേക്ക് എത്തില്ല, രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നതാണ്. അതേത് തരത്തിൽ കാണുന്നു? രാഷ്ട്രീയവും വികസനവും രണ്ടല്ലല്ലോ. വികസിത കേരളം എന്നതാണ് കേരളത്തിലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട്. അത് പാർട്ടിയുടെയാണ്. ആ പാർട്ടിയുടെ നിലപാടെന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി കാര്യകർത്താക്കൾ മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെ അവരിപ്പോൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത് വികസിത കേരളം എന്ന് തന്നെയാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയവും വികസനവും രണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം എന്നതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആരോപണ പ്രത്യാരോപണങ്ങളും അതിനുള്ള മറുപടികളും വിവാദങ്ങളും അല്ലല്ലോ. അപ്പം ഏറ്റവും ദൗർഭാഗ്യകരമായ അനുഭവം ഞങ്ങൾക്കുണ്ടായത്, അപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വികസനത്തെ സംബന്ധിച്ച് സംസാരിച്ചത് ഞങ്ങളുടെ NDA മാത്രമാണ്, BJP നേതാക്കൾ മാത്രമാണ്, അല്ലെങ്കിൽ NDA നേതാക്കൾ മാത്രമാണ്. ബാക്കി എല്ലാവരും. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് 18 കേരളത്തിൽ. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ജോസ് കെ മാണി MP. അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഇക്കാര്യത്തിൽ വേണ്ട നിയമസഹായം നൽകണമെന്നും ജോസ് കെ മാണി കത്തിൽ ആവശ്യപ്പെട്ടു. ധർമ്മസ്ഥലയിൽ നിർണായക നീക്കങ്ങളുമായി SIT. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിനടിയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഗ്രൗണ്ട് പെനെട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സ്ഥലം പരിശോധിക്കാനാണ് ആലോചന. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. ധർമ്മസ്ഥലയിൽ നിർണായക നീക്കങ്ങളുമായി SIT സംഘം മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഇന്നും രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ 8 മണിക്കൂറാണ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയത്. പല നിർണായക വിവരങ്ങളും ഇയാൾ ഈ SIT സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് 100ഓളം മൃതദേഹങ്ങൾ, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ഉള്ള 100ഓളം മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചു മൂടിയെന്നാണ് നേരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏതൊക്കെ സ്ഥലങ്ങൾ, ഏത് ഭാഗത്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ SIT സംഘത്തിന് മുന്നിൽ ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ഇനി ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഘട്ടമാണ്. അത്തരം ഘട്ടത്തിലേക്ക് SIT സംഘം കടക്കുകയാണ്. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ തേടി SIT സംഘം നാളെയോ മറ്റന്നാളോ എത്തും. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് മണ്ണിനടിയിൽ ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നാണ്
മാത്രമാണ് പ്രാഥമിക ഘട്ടത്തിൽ പരിശോധിക്കുക. അതിനുശേഷം മാത്രമേ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കും. മറ്റ് ഏതൊക്കെ സംവിധാനങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ അതും ആലോചനയിലുണ്ട്. ഏതായാലും നിർണായകമായ മൊഴി, ഈ മുൻ ശുചീകരണ തൊഴിലാളിയുടെ നിർണായകമായ മൊഴി അത് രേഖപ്പെടുത്തൽ ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അഭിഭാഷകരുടെ സാന്നിധ്യത്തിലാണ് മുൻ ശുചീകരണ തൊഴിലാളി ഈ മൊഴി രേഖപ്പെടുത്താനായി എത്തിയിട്ടുള്ളത്. ഇന്നലെ രാവിലെ ആരംഭിച്ച് രാത്രി വൈകിയാണ് മൊഴി രേഖപ്പെടുത്തൽ അവസാനിച്ചത്. എന്തായാലും ഇയാൾക്ക് സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടാണ് മംഗളൂരുവിലെ കദ്രി പാർക്കിന് സമീപമുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് ഈ മൊഴി രേഖപ്പെടുത്തുന്ന ഈ പ്രവൃത്തികളിലേക്ക് സംഘം പോയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇത് മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാകും. അതോടുകൂടി ഈ അന്വേഷണ സംഘം പ്രധാനമായും മണ്ണിനടിയിൽ ഉള്ള ഇത്തരം മൃതദേഹാവശിഷ്ടങ്ങൾ അത് സംബന്ധിച്ചുള്ള പരിശോധനയായിരിക്കും പ്രധാനമായും നടക്കുക. നേരത്തെ ഇയാൾ ഇതിന് തെളിവിനായി ഒരു മൃതദേഹാവശിഷ്ടം പുറത്തെടുത്തിരുന്ന ഒരു തലയോട്ടി, ഈ തലയോട്ടിയിലെ മണ്ണും നിലവിൽ ഈ സ്ഥലത്ത് ഇയാൾ പറയുന്ന സ്ഥലത്തെ മണ്ണും തമ്മിൽ ഒരു പരിശോധന നടത്തും. ഇത്തരത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധനയ്ക്കാണ് SIT സംഘം തയ്യാറാകുന്നത്. ഇപ്പോൾ 2 SP-മാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഒപ്പം CCTV ക്യാമറകളിൽ ഇയാളുടെ മൊഴി അത് റെക്കോർഡ് ചെയ്യുന്ന കൂടിയുണ്ട്. എന്നാലും ഇപ്പോഴും വലിയ സുരക്ഷയിലാണ് ഈ മൊഴി രേഖപ്പെടുത്തൽ നടക്കുന്നത്. ഇതിന് ശേഷമാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്നാലും DGP കർണാടക DGPയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക 20-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ 4 IPS ഉദ്യോഗസ്ഥരുണ്ട്, പ്രഗത്ഭരായ DYSP-മാരുണ്ട്. നേരത്തെ പല കേസുകളും അന്വേഷിച്ച് ഇത്തരത്തിൽ തെളിവുകൾ കണ്ടെത്തിയ അല്ലെങ്കിൽ കുറ്റാന്വേഷണ മികവ് ഉള്ള ആളുകളാണ് ഈ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. എന്താണ് ഈ ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ നടന്നത്, ആ കാര്യമാണ് ആദ്യം അന്വേഷിക്കുക. ഒപ്പം മറ്റ് തിരോധാന കേസുകൾ, അതും മറ്റ് കൊലപാതക കേസുകളൊക്കെ ഇവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. എന്നാലും വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തൽ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യപടിയായി മണ്ണ് നീക്കിയുള്ള പരിശോധന നാളെയോ മറ്റന്നാളോ നടത്തും. അത് വളരെ ശാസ്ത്രീയമായ രീതിയിലായിരിക്കും ഇത്തരം പരിശോധന നടക്കുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലൊക്കെ സംഘം കടക്കുക. കൂടുതൽ പേർ, അതായത് ഈ സംഘത്തിലെ കൂടുതൽ പേർ നാളത്തോടുകൂടി ധർമ്മസ്ഥലയിലെത്തും. ഇപ്പോൾ മംഗളൂരുവിലും അതുപോലെ തന്നെ ബെൽത്തങ്ങാടിയിലും 2 ക്യാമ്പുകളാണ് ഈ സംഘത്തിനുള്ളത്. അവിടെ നിന്നാണ് ഈ പ്രവൃത്തികളൊക്കെ ഏകോപിപ്പിക്കുന്നത്. കർണാടകയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുള്ള ഈ തിരോധാന കേസുകളും ഈ സംഘം അന്വേഷിക്കുന്നുണ്ട്. KJ ജോയി, നമ്മൾ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയാണ്. KJ ജോയിയുടെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തിയെന്ന ആ കേസും SIT സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ അനീഷിന്റെ മൊഴി, ഇയാളുടെ മകൻ അനീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയേക്കും. എന്നാലും ആദ്യഘട്ടം എന്ന നിലയിൽ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തലിലെ സത്യം, എത്ര മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, ആരാണ് ഇത് കുഴിച്ചിടാൻ ഇയാൾക്ക് നിർദ്ദേശം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ SIT സംഘം അന്വേഷിക്കുന്നത്. അത്തരം കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ നിർണായകമാണ് എന്ന് പറയേണ്ടി വരും. KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.